വചനത്തിലേക്ക് കടക്കാം. വചനം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത് എഫേസ്യർക്ക് ലേഖനം 4-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിലായിരുന്നു. 14-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗമാണ് നമ്മൾ നിർത്തി സംസാരിച്ചത്. അതിനകത്ത് നമ്മൾ സംസാരിച്ച വിഷയം ഉപദേശങ്ങളായിരുന്നു. സോ പല ഉപദേശങ്ങളാൽ നിങ്ങൾ ആടി ഒലയുന്ന ആ ഭാഗമാണ് നമ്മൾ സംസാരിച്ചത്. ഒന്ന് വായിക്കാമോ? അത് അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങി പോകാതിരിക്കുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് നിൽക്കട്ടെ. ഹല്ലേലൂയ. സോ ഉപദേശത്തിന്റെ പല ഉപദേശങ്ങള് ആടി ഉലയരുതെന്ന് പരിശുദ്ധാത്മാവ് ഇവിടെ ഹല്ലേലൂയ പറയുന്നു. എന്തിനായിട്ടാണ്? സോ 11-ാം വാക്യത്തിൽ പറയുന്നു, പ്രവാചകന്മാരെ, അപ്പോസ്തലരും പ്രവാചകന്മാരെ, ഉപദേശകന്മാരെ, സുവിശേഷകന്മാരെ, ഇടയന്മാരെ ആക്കി വെച്ചിരിക്കുന്നത് ക്രിസ്തുവിന്റെ തലയോളം ദൈവ ജനത്തെ വളർത്തിക്കൊണ്ട് അവരെ എക്വിപ്പ് ചെയ്യാനായിട്ട്. എന്തിന്? ദൈവ വേലക്കായിട്ട്. ഹല്ലേലൂയ. സോ ദൈവ വേലക്കായിട്ട് എക്വിപ്പ് ചെയ്യുമ്പോൾ ഇവരുടെ ഈ പറഞ്ഞ ശുശ്രൂഷകരുടെ ഉദ്ദേശം എന്ന് അവർ പഠിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ ക്രിസ്തുവിലേക്ക് അവരെ നയിക്കണം. അതാണ് അവരുടെ ജോലി. സ്തോത്രം. സോ അവര് എന്നിട്ട് പറയാണ്, എന്തിനാ? പല ഉപദേശങ്ങൾ കേട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയരുത്. സ്തോത്രം. സോ നമ്മൾ ആ ഉപദേശം എന്ന വാക്കിനെ നമ്മൾ എന്ത് ഉപദേശമാണ് ഈ പൗലോസ് ഇവിടെ പറഞ്ഞു വരുന്നത് നമ്മൾ ചിന്തിച്ചു. അതിന് നമ്മൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായം 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചു. അതിനകത്ത് പൗലോസ് പറഞ്ഞിരിക്കുന്ന സുവിശേഷം എന്നു വെച്ചാൽ വചനാടിസ്ഥാനത്തിൽ യേശു മരിച്ചു എന്നും, യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നും, വചനാടിസ്ഥാനത്തിൽ യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റുവെന്നും നിങ്ങൾ വിശ്വസിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. ഒന്ന് വായിക്കാം ആ വാക്യം. 1 കൊരിന്ത്യർ 15-ന്റെ Thank you, Jesus. Hallelujah. 15-ന്റെ 3 ഒന്ന് വായിച്ചാൽ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം. ശ്രദ്ധിക്കണമേ, പരിശുദ്ധാത്മാവ് പൗലോസിൽ എടുത്തു പറയാണ്, തിരുവെഴുത്തിൻ പ്രകാരം ക്രിസ്തു നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് പിന്നെ തിരുവെഴുത്തിൻ പ്രകാരം. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ 2 പ്രാവശ്യം പരിശുദ്ധാത്മാവിലൂടെ പൗലോസ് എഴുതുകയാണ്, തിരുവെഴുത്തിൻ പ്രകാരം. സ്തോത്രം. നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചു, തിരുവെഴുത്തിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. ഹല്ലേലൂയ. സോ നമ്മുടെ അടിസ്ഥാനം എന്നതാണ്? തിരുവെഴുത്തിൻ പ്രകാരമായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ആമീൻ. വായി തോന്നുന്നത് എന്തും നമുക്ക് പറയാൻ പറ്റില്ല. ഹല്ലേലൂയ. സോ ഈ ശുശ്രൂഷകന്മാരെ നിർത്തിയിരിക്കുന്നതിന്റെ ഉദ്ദേശം അവർക്ക് വായി തോന്നുന്നത് എന്ത് പറയാനായിട്ടല്ല. തിരുവെഴുത്തിൻ പ്രകാരം അടിസ്ഥാനം വചനമായിരിക്കണം. സോ ക്രിസ്തുവിങ്കലേക്ക് നയിക്കുന്ന വചനമായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അല്ലാത്തതെല്ലാം തീക്കിരയായി തീരുമെന്ന്. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് ജോസാനോട് ആ വചനം എടുത്ത് പറഞ്ഞപ്പം എന്നെ ഒത്തിരി ബലപ്പെടുത്തി ആ വാക്കുകളിലൂടെ. ഹല്ലേലൂയ. ആമീൻ. നമ്മുടെ ലക്ഷ്യം എന്നായിരിക്കണം എന്ന് പറയാം, നമ്മുടെ വായിന്ന് വരുന്ന വാക്കുകൾ സ്വർണത്തിന്റെയും സിൽവറിന് വെള്ളിയും അല്ല. ആ വാക്യം വായിച്ച് 1 കൊരിന്ത്യർ 3-ന്റെ 3 കാര്യങ്ങൾ അവിടെ പറയും. 1 കൊരിന്ത്യർ 3-ന്റെ 12. പൊന്നെ വെള്ളി വിലയേറിയ കല്ലുകൾ. ഈ 3 മെറ്റൽസ്, ഈ 3 കല്ലുകൾ കൊണ്ടാണ് നമ്മുടെ വാക്കുകൾ നിറയേണ്ടതെന്ന്. സ്തോത്രം. മറ്റതെല്ലാം തീ വരുമ്പം കത്തിച്ചാമ്പലായി പോകും. സ്തോത്രം. ഹല്ലേലൂയ. സോ നമ്മൾ പണിയപ്പെടേണ്ടത് ഈ 3 കല്ലുകളാണ്. സ്തോത്രം. സ്വർണം, വെള്ളി, വിലയേറിയ കല്ലുകൾ. സ്തോത്രം. മറ്റതെല്ലാം നാശമായി പോകുന്നു. സ്തോത്രം. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ മക്കളെ. ഒരു വീട് പണിയാ. ആമേ. ആ വീടിന് പണിയുമ്പോ ഇഷ്ടിക, നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇഷ്ടിക കൊണ്ടാണ് പണിയുന്നത്. സ്തോത്രം. അല്ലാത്ത സ്ഥലങ്ങളില് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി പോകണമെങ്കിൽ ഒരു കതകുണ്ടാവും, വെട്ടം കയറണമെങ്കിൽ ഒരു ജനലുണ്ടാവും. സ്തോത്രം. ഹല്ലേലൂയ. ആ വീട് തീ വെച്ചാൽ എന്നാ പറ്റും? കത്തിപ്പോയാൽ എന്ത് സംഭവിക്കും? ഇഷ്ടികയും ബാക്കിയെല്ലാം അവിടെ നിൽക്കും. ആമേ. അല്ലെ? അത് തീ കത്തിയാലും അത് അവിടെ നിൽക്കും. സ്തോത്രം. പക്ഷെ മരം കൊണ്ടുണ്ടാക്കിയതൊക്കെ കത്തിപ്പോകും. ഹല്ലേലൂയ. സോ നമ്മുടെ എതിരെ വരുന്ന തീ എന്താണെന്ന് അറിയാമോ? ഈ ലോകത്തിന്റെ ശോധനകൾ, പ്രതികൂലങ്ങൾ.
സ്തോത്രം. ഹല്ലേലൂയ. സോ നമ്മളെ ക്രിസ്തുവിന് തലയോളം വളർത്താനായിട്ട് ഈ ശുശ്രൂഷകന്മാരെ ആക്കി വെച്ചിരിക്കുമ്പോൾ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കും പ്രതികൂലങ്ങൾ നമ്മളെ ആഞ്ഞടിക്കും. സ്തോത്രം. ഈ പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ തീ കത്താത്തതാണെങ്കിൽ നമ്മൾ നിലനിൽക്കുമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ വചനം ശുശ്രൂഷിക്കുന്നവർ പ്രത്യേകം ആഗ്രഹിക്കണം, എന്റെ വായിന്ന് വരുന്നത് ഈ 3 കാര്യങ്ങളെ ആകാം. ഹല്ലേലൂയ. അതിന്റെ താഴെ പറയുന്ന 3 കാര്യങ്ങൾ ആകരുത്. wood, hay and straw. മലയാളത്തിൽ എന്താ? മരം, പുല്ല്, വൈക്കോൽ. മരം, പുല്ല്, വൈക്കോൽ. സ്തോത്രം. അതെന്നതാണെന്നറിയാമോ? വെന്തു പോകുന്നതാ, ജഡത്തെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അതൊന്നും നിലനിൽക്കുന്നതല്ല എന്ന്. സോ നിലനിൽക്കാത്ത കാര്യങ്ങൾ നമുക്ക് വേണ്ട എന്ന്. സ്തോത്രം. ഹല്ലേലൂയ. നിലനിൽക്കുന്നത് മാത്രമേ നമ്മൾ പറയാവുള്ളൂ. സ്തോത്രം. നമുക്കൊരു അരമണിക്കൂർ ദൈവം നമുക്ക് വചനം സംസാരിക്കാനായിട്ട് സമയം തരുമ്പോൾ നമ്മൾ ലോകകാര്യം പറയണം, നമ്മുടെ സ്വന്തം കാര്യം പറയാനായിട്ടല്ല ഇവിടെ നിർത്തിയിരിക്കുന്നത്. നമ്മളെ നിർത്തിയിരിക്കുന്നത് യേശുവിനെ പ്രദർശിപ്പാനാ, യേശുവിന്റെ പ്രതിനിധികളായിട്ടാണ് നമ്മളെ നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. അതിന് ആ സമയം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവസഭയിൽ സാക്ഷ്യം പറയാൻ വേറെ സമയം കൊടുത്തിരിക്കുന്നത്. നമ്മളെ പറ്റി പറയണം, സാക്ഷ്യമായിട്ട് പറയാം. ഹല്ലേലൂയ. ആമേൻ. സോ പക്ഷേ ദൈവവചനം സംസാരിക്കുമ്പോൾ യേശുവിനെ പ്രദർശിപ്പിച്ച് യേശുവിങ്കിലേക്ക് ജനത്തെ നയിച്ചു കൊണ്ടുവരാനായിട്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പല ഉപദേശങ്ങളാൽ ആട്ടി ഉലയുന്നവരായി തീരരുത്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. യാക്കോബ് 1:6. അപ്പോൾ അവന് ലഭിക്കും, എന്നാൽ അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തീരയ്ക്ക് അതേ വാക്കാണ് ഇപ്പുറത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. സോ കടലില് എന്തെങ്കിലും ഒരു സാധനം ഇട്ടാൽ എങ്ങനെ അതിന്റെ അവസ്ഥ എന്നറിയാമോ? ഇങ്ങനെ കിടന്ന് ആടിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ഒരാൾ നമ്മളോട് വേറൊരു കാര്യം പറയുമ്പോ നമ്മൾ വിചാരിക്കുമ്പോ അത് ശരിയാണല്ലോ, നമ്മൾ അങ്ങോട്ട് ചാടിക്കും. അടുത്ത ദിവസം വന്ന് വേറൊരാൾ വേറൊരു കാര്യം പറയുമ്പോ അതാ ശരി, നമ്മൾ ഇങ്ങോട്ട് പോകും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾ അങ്ങനെ ആടി ഉലയുവാനുള്ളവരല്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് നമ്മൾ വായിച്ചു. സോ പൗലോസിന്റെ ഉപദേശം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഗലാത്യർ 1:6 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു. ഗലാത്യർ 1:6 വായിച്ചാട്ടെ. പെട്ടെന്ന്. താങ്ക് യു ജീസസ്. ഗലാത്യർ 1:6. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളയാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഇപ്പോൾ ഞാൻ മനുഷ്യനെ ശ്രദ്ധിക്കണമേ, പൗലോസ് പറയാണ്, സോ ഞാനൊരു സുവിശേഷം നിങ്ങളോട് പറഞ്ഞു. ഹല്ലേലൂയ. സോ ഞാനായിട്ട് പിന്നെ വന്ന് വേറൊരു സുവിശേഷം അല്ല, ആ സുവിശേഷം തന്നെയാണ്, പക്ഷെ അതിനകത്ത് കൂട്ടിച്ചേർക്കുന്നു പരിപാടി. സ്തോത്രം. അത് ഞാൻ നിങ്ങളോട് ഒന്ന് പറഞ്ഞാൽ പോലും ഞാൻ ശപിക്കപ്പെട്ടവനാണ്. സ്തോത്രം. നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കണമെന്ന് ആലോചിച്ച് വയ്ക്കണം. നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കണം. ഇവിടെ നിന്ന് വചനം ശുശ്രൂഷിക്കുന്നവർ എത്രമാത്രം ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സോ ഞാൻ ശ്രദ്ധിച്ചില്ല എങ്കിൽ കേൾക്കുന്നവർക്ക് പ്രശ്നമില്ല. കേൾക്കുന്നവർ അലഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി നിൽക്കും. പക്ഷെ എന്റെ മേൽ ഡബിൾ കേഴ്സ്. ഹല്ലേലൂയ. ഞാൻ വേണ്ടത് ശുശ്രൂഷിച്ചില്ല എങ്കിൽ എന്റെ മേൽ ഇരട്ടി ശാപമാണ്. സ്തോത്രം. അയ്യോ, എനിക്കത് വേണ്ട. ഹല്ലേലൂയ. എനിക്കത് വേണ്ടേ വേണ്ട. സ്തോത്രം. താഴോട്ട് വായിക്കാം. അതുകൊണ്ട് പറയാം, 10-ാം വാക്യം പറയുന്നു, Now do I persuade men. മനുഷ്യനെ പ്രീതിപ്പെടുത്താനായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. വായിച്ചാട്ടെ. ഇപ്പോൾ ഞാൻ മനുഷ്യനെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നു. ഹല്ലേലൂയ. അല്ല, ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കുവാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കുകയും. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ,
നമുക്ക് ഒരാളുടെ ദാസനെ ആകാൻ പറ്റുള്ളൂ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ മനുഷ്യനെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ അവിടെ നിന്ന് പറയുന്നുവെങ്കിൽ ഞാൻ ദൈവത്തിന്റെ ദാസനല്ല എന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. I am not representing him. ഞാൻ അവന്റെ പ്രതിനിധി അല്ല എന്ന്. സ്തോത്രം. നമ്മൾ വിവേകിക്കേണ്ട സമയം കഴിഞ്ഞു. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ഇത്ര ഒരാൾ വരുമെന്ന് ഞാൻ പറയുമ്പം ഞാൻ അതിന്റെ കാര്യങ്ങൾ വിവരിച്ച് ചോദിക്കുന്നതിന്റെ കാരണം അതാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ മേൽ ഒരു ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഉലയ്ക്കാനുള്ളതല്ല. ഇത് യേശുവിന്റെ ശരീരം. ആമേൻ. വായിച്ചാട്ടെ. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. ശ്രദ്ധിക്കണമേ. സോ യേശുക്രിസ്തു വെളിപ്പെട്ടപ്പോഴാണ് പൗലോസിന് ഈ സത്യങ്ങൾ മനസ്സിലായതെന്ന്. സോ ഉപദേശങ്ങളും സുവിശേഷവും പൗലോസിന് വെളിപ്പെട്ടത് യേശുക്രിസ്തു എന്ന വ്യക്തി വെളിപ്പെട്ടപ്പോഴാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പുറത്തെ എഫേസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ പറഞ്ഞത് ഈ ശുശ്രൂഷകന്മാരെ ആക്കി വെച്ചിരിക്കുന്നത് ക്രിസ്തുവിന്റെ തലയോളം വളർത്തുവാനായിട്ടാണ്. സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസിനെ കൊണ്ട് ഇത്രയധികം പുതിയ നിയമ പുസ്തകങ്ങൾ എഴുതിപ്പിച്ചത്. സ്തോത്രം. യേശുവിനെ വെളിപ്പെടുത്താനായിട്ട്. സ്തോത്രം. സോ നമ്മുടെ ലക്ഷ്യം അതായിരിക്കണമെന്ന്. ആമേൻ. കേൾക്കുന്നവർ ഇത് വിവേചിച്ചോണമെന്ന്. ഹല്ലേലൂയ. നിങ്ങൾ അതും ഇതും കേൾക്കാനായിട്ടല്ല പോകേണ്ടതെന്ന്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ ദിവസം ആരോ എന്നോട് പറഞ്ഞു, ബിനോയ് എന്ന് തോന്നുന്നു, ബിനോയ് ഒരാളോട് സംസാരിക്കാനായിട്ട് ചെന്നപ്പം ഒരു ദേവദാസന്റെ പ്രസംഗം കേട്ടിട്ട് അവർ പുച്ഛിക്കുന്നു. സ്തോത്രം. അതിനിട കൊടുക്കുന്നത് ആരാ? നമ്മൾ കറക്റ്റായിട്ട് വിവേചിക്കാത്തത് കൊണ്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതിനൊരിക്കലും ഇട വരുത്തരുത്. നമ്മളെ പുച്ഛിക്കും ശരിയാ, നമ്മൾ മുമ്പേ കേട്ടതുപോലെ നമ്മളെ പുച്ഛിക്കും ശരിയാ, പക്ഷെ ഇത് നമ്മൾ വിവേചിക്കണം. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ വിവേചിക്കുന്നില്ല എങ്കിൽ, നമുക്ക് വിവേചിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ വിഷയം സംസാരിക്കും. ഹല്ലേലൂയ. വിവേചിക്കും വരെ, വെളിപ്പാട് കിട്ടും വരെ ആ വിഷയത്തെ സംസാരിക്കരുത്. ഹല്ലേലൂയ. ഞാൻ ഇതുവരെ ഇവിടെ ടൈപ്പിങ്ങിനെ പറ്റി സംസാരിച്ചിട്ടില്ല. എനിക്ക് അതിന്റെ മേൽ ഒരു വെളിപ്പാട് കിട്ടുന്നുണ്ട്, പക്ഷെ പൂർണ്ണമായി കിട്ടിയിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. സോ ഞാൻ ഇതുവരെ അത് സംസാരിച്ചിട്ടില്ല. ബിക്കോസ് എനിക്ക് കൈകാര്യം ചെയ്യാനായിട്ട് എനിക്ക് തന്നെ ഉറപ്പായിട്ടില്ല. ഹല്ലേലൂയ. എനിക്ക് വെളിപ്പാട് കിട്ടുന്ന കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വേറൊരിടത്തു നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻ നിങ്ങൾക്ക് തരുന്നു, അതിന് എന്നെ ആക്കേണ്ട കാര്യമില്ല ഇവിടെ. ഹല്ലേലൂയ. ആമേൻ. എന്റെ ജീവിതത്തിൽ അനുഭവത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് പ്രയോജനമാകുന്നുള്ളൂ. അതാണ് പരിശുദ്ധാത്മാവ് ഇവിടെ പറയുന്നത്. എനിക്ക് കിട്ടിയത് യേശു എനിക്ക് വെളിപ്പെടുത്തി തന്നതാണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അതായിട്ട് വായിച്ചാട്ടെ. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത് പ്രാപിച്ചത്. യഹൂദ മതത്തിലെ എന്റെ മുമ്പിലത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ച് മുടിക്കുകയും എന്റെ പിതൃപാരമ്പര്യത്തെ കുറിച്ച് അത്യന്തം എരിവേറി എന്റെ സ്വജനത്തിൽ പ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ശ്രദ്ധിക്കണമേ, ഞാൻ മാംസരക്തങ്ങളോട് ആലോചിച്ചില്ല എന്ന്. സ്തോത്രം. ഹല്ലേലൂയ. സോ യേശു നേരിട്ട് വെളിപ്പെടുത്തി കൊടുത്തിയപ്പോൾ പൗലോസ് ചോദിച്ചില്ല, ഇത് ദൈവമേ, ഇത് നീയാണോ, ഇത് ദൈവമായിരിക്കുമോ എന്ന് ചോദിക്കാൻ പോയില്ല. നമുക്ക് അതിനുള്ള ധൈര്യമുണ്ടോ? സ്തോത്രം. നമുക്ക് അങ്ങനെ ദൈവം വെളിപ്പെടുത്തി തരുമ്പോ ആ സത്യം പറയേണ്ട ധൈര്യമുണ്ടോന്ന്? ഹല്ലേലൂയ. ധൈര്യം ഉണ്ടാകണമെന്ന് പരിശുദ്ധാത്മാവ് ഇവിടെ പറയുന്നത്. പൗലോസ് അങ്ങനെ നിന്നത് കൊണ്ടാണ് പൗലോസ് 8-ാം അധ്യായം റോമർക്കെതിലേക്ക് 8-ാം അധ്യായത്തിൽ പറയുന്നത്, ഈ വെളിപ്പാടിൽ നിന്ന് എന്നെ ആർ വേർതിരിക്കും, ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ ആർ വേർതിരിക്കുമെന്ന്. ഹല്ലേലൂയ. ഒന്നും എന്നെ വേർതിരിക്കാൻ
പറ്റില്ല എന്ന് പോലും. സ്തോത്രം. അവൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. യേശു എനിക്ക് വെളിപ്പെട്ടത്, യേശു എനിക്ക് വെളിപ്പെട്ടതോടെ എനിക്ക് വെളിപ്പാട് വരാൻ തുടങ്ങി. സ്തോത്രം. താഴോട്ട് വായിക്കുക. ഹല്ലേലൂയ. 3 വർഷത്തിന് പൗലോസ് മിണ്ടാതെ പോയിരുന്നു. സ്തോത്രം. ഈ വെളിപ്പാട് പ്രാപിച്ച് മനസ്സിലാക്കാനായിട്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് തിരിച്ചു പോകാം എഫേസ്യർക്ക് ലേഖനം 4-ാം അധ്യായത്തിലേക്ക്. അടുത്ത വാക്ക്. ഹല്ലേലൂയ. 14-ാം വാക്യം 2-ാം ഭാഗം. ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ നിൽക്കട്ടെ. ഹല്ലേലൂയ. 14-ാം വാക്യത്തിന്റെ സെക്കൻഡ് ഭാഗം ഇങ്ങനെ ഇംഗ്ലീഷിൽ വായിക്കുന്നത്, ബൈ ദ ട്രിക്കറി ഓഫ് മെൻ ഇൻ കണ്ണിംഗ് ക്രാഫ്റ്റിനെസ് ഓഫ് ഡിസീറ്റ്ഫുൾ പ്ലോട്ടിംഗ്. ആ ഭാഗം എവിടെ? തുടക്കത്തിലായിരിക്കുന്നു. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാൽ ഹല്ലേലൂയ. ട്രിക്കറി, ചതിയാൽ. ആ വാക്ക് ഇംഗ്ലീഷിൽ ട്രിക്കറി എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്രീക്കിൽ ആ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? കുബിയ എന്നാണ് ആ ഗ്രീക്ക് പദം ഉപയോഗിച്ചിരിക്കുന്നത്. നെയിം ഓഫ് എ ക്യൂബ് ഫോർ ഡൈസ് പ്ലേ. ഹല്ലേലൂയ. ഈ ചതുരമിട്ട് ഇങ്ങനെ ഇട്ടിട്ട് അതിന്റെ നമ്പർ വെച്ച് കളിക്കുന്ന ആ ഡൈസിന് അതിന് ഉപയോഗിച്ചിരുന്ന പേരാണ് കുബിയ. ഹല്ലേലൂയ. സോ പൗലോസ് പറയാണ്, നീ അങ്ങനെ ഇട്ട് കളിക്കുന്നത് പോലെ മനുഷ്യരിട്ട് കളിക്കാൻ തുടങ്ങുമെന്ന്. സ്തോത്രം. എന്തുകൊണ്ടാ? ബൈ ഇൻ കണ്ണിംഗ് ക്രാഫ്റ്റിനെസ് ഓഫ് ഡിസീറ്റ്ഫുൾ പ്ലോട്ടിംഗ്. അവരവരുടെ ഇഷ്ടത്തിന് വേണ്ടി മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ അവർ പറയുന്നത്. സ്തോത്രം. നമ്മൾ ഉറച്ചു നിൽക്കണമെന്ന്. ഹല്ലേലൂയ. നമ്മൾ ക്രിസ്തുവിന്റെ തലയോളം വളരണമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ വരുമ്പോൾ നമുക്ക് വിവേചിക്കാൻ ദൈവം കൃപ തരുമെന്ന്. സ്തോത്രം. ഇത് ശരിയാണോ, ഇത് ആവശ്യമുള്ളതാണോ എന്ന് വിവേചിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകും. എന്റെ വളരെ ഒരു ആഗ്രഹമാണ്, എന്റെ വായിന്ന് വരുന്ന ഒരു വാക്ക് പോലും തീക്കിരയാകാത്തത് വേണം പറയാൻ. സ്തോത്രം. ഹല്ലേലൂയ. തീക്കിരയാകുമ്പോൾ നിലനിൽക്കുന്നത് വേണം പറയണമെന്ന് എന്റെ വളരെ ആഗ്രഹം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. സ്നേഹത്തിൽ സത്യം വചനം പറയുന്നു, സ്നേഹത്തിൽ സത്യം സംസാരിച്ച്. ഹല്ലേലൂയ. സ്തോത്രം. സ്നേഹത്തിൽ സംസാരിച്ച് ക്രിസ്തുവിന്റെ തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകുമെന്ന്. സ്തോത്രം. ഇംഗ്ലീഷിൽ വായിക്കുന്നു, ബട്ട് സ്പീക്കിംഗ് ദ ട്രൂത്ത് ഇൻ ലവ് യു മേ ഗ്രോ ഇൻ ഓൾ തിങ്സ് ഇൻ ടു ഹിം ഹു ഈസ് ദ ഹെഡ്, ദ ക്രൈസ്റ്റ്. സ്തോത്രം. സോ വളർച്ചയ്ക്ക് എങ്ങനെ വളരുന്നത്? എങ്ങനെ? സ്നേഹത്തിൽ സംസാരിക്കുമ്പോഴാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് സംസാരിക്കുന്ന പല രീതിയിലുണ്ട് അല്ലെ. ഏറ്റവും കൂടുതൽ നമുക്ക് പറയാൻ പറ്റുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഹാർഷായിട്ട് നമുക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ സ്നേഹത്തിൽ നമുക്ക് സംസാരിക്കാം. സ്തോത്രം. കൊരിന്ത്യ പൗലോസിന്റെ കാര്യം എടുത്താൽ, കൊരിന്ത്യ സഭ 1 കൊരിന്ത്യ ലേഖനം പൗലോസ് വളരെ പാപത്തിൽ കിടന്നതും അനുസരണമില്ലാത്ത നിൽക്കുന്ന ആൾക്കാരോടാണ് പൗലോസ് പറയുന്നത്. വിശ്വാസികളാണ്, കൃപാവരങ്ങൾ പ്രാപിച്ചവരാണ്. ഹല്ലേലൂയ. അന്യഭാഷയിൽ സംസാരിക്കുന്നവരുടെ ഗിഫ്റ്റ്സ് ഓഫ് ദ സ്പിരിറ്റിൽ നല്ലവരും എല്ലാ ഓപ്പറേഷനും അവർക്കുണ്ട്. ഹല്ലേലൂയ. അവരോട് കർശനമായ ചില കാര്യങ്ങൾ പറഞ്ഞു. 5-ാം അധ്യായത്തിൽ 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ ഒരുത്തിനെ പൊറുപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. അവന്റെ ജോലി എന്താന്ന് വെച്ചാൽ അവൻ അവന്റെ അപ്പന്റെ അമ്മയുടെ കൂടെ കിടക്കുന്നവനാണ്. സ്തോത്രം. നിങ്ങൾ എങ്ങനെ ഇത് വെച്ചു കൊണ്ടുപോകുന്നു? ഹല്ലേലൂയ. പൗലോസ് അതുകൊണ്ട് ഹാർഷായിട്ട് പറഞ്ഞ് അവനെ എടുത്ത് മാറ്റണം. സ്തോത്രം. 2-ാം കൊരിന്ത്യ ലേഖനത്തിലെ അതിന്റെ 2-ാം അധ്യായം 1-ാം വാക്യം താഴെ വായിച്ചാൽ പെട്ടെന്ന് 2 കൊരിന്ത്യർ 2-ന്റെ 1 മുതൽ താഴോട്ട് വാക്യം. 2-ാം അധ്യായം അതിന്റെ 1 മുതൽ താഴോട്ട് വാക്യം. എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരുന്നത് ദുഃഖത്തോടെ ആകരുത് എന്ന് ഞാൻ നിർണയിച്ചു. ഞാൻ നിങ്ങളെ ദുഃഖിപ്പിച്ചാൽ എന്നാൽ ദുഃഖിതനായവൻ അല്ലാതെ എന്നെ സന്തോഷിപ്പിക്കുന്നതാ. ഞാൻ ഇത് തന്നെ എഴുതിയത്, ഞാൻ വന്നാൽ എന്നെ സന്തോഷിപ്പിക്കേണ്ടവരാൽ ദുഃഖം ഉണ്ടാകരുത് എന്നും വെച്ച് എന്റെ സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായിരിക്കും എന്ന് നിങ്ങളെ എല്ലാവരെയും കുറിച്ച് വിശ്വസിച്ചിരിക്കൊണ്ടുമാകുന്നു. വളരെ കഷ്ടവും മനോവ്യസനവും ഉണ്ടായിട്ട് വളരെ കണ്ണീരോടുകൂടെ
ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. ഞാൻ നിങ്ങൾക്ക് എഴുതിയത് ഏത്? ഒന്നാമത്തെ കൊരിന്ത്യർ ലേഖനം. നിങ്ങൾ ദുഃഖിക്കേണ്ടതിനല്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതിനല്ല, എനിക്ക് നിങ്ങളോടുള്ള വലിയ സ്നേഹം, എനിക്ക് നിങ്ങളോടുള്ള വലിയ സ്നേഹം കൊണ്ട്. ഹല്ലേലൂയ. നമ്മൾ എഫേസ്യർക്കെഴുതിയ ലേഖനം വായിച്ചു. സ്പീക്കിംഗ് ദ ട്രൂത്ത് ഇൻ ലവ്. ഹല്ലേലൂയ. സ്നേഹത്തിൽ സംസാരിച്ചുകൊണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. യേശു എന്തെങ്കിലും സംസാരിച്ചാൽ കർശനമായ ചില കാര്യങ്ങൾ പറയും. പരീക്ഷന്മാരെ വളരെ കർശനമായി പറഞ്ഞത്, പക്ഷേ അവരോട് സ്നേഹം കൊണ്ടാണ് അവർ മാറാൻ വേണ്ടിയിട്ട് അവരോട് പറഞ്ഞത്. സ്തോത്രം. വായിച്ചാൽ ഇവിടുന്ന് താഴോട്ട്. ഒരുവൻ എന്നെ ദുഃഖിപ്പിച്ചുവെങ്കിൽ അവൻ എന്നെ അല്ല ഒരു വിധത്തിൽ ഞാൻ കണക്കിലേറെ പറയരുതല്ലോ. നിങ്ങൾ എല്ലാവരെയും ദുഃഖിപ്പിച്ചിരിക്കുന്നു. അവന് ഭൂരിപക്ഷത്താൽ ഉണ്ടായി ശിക്ഷ. ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. സോ 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തില് ആ വ്യക്തി എന്നാ ചെയ്യണമെന്ന് പറഞ്ഞേ? സഭയിൽ നിന്ന് സാത്താനെ ഏൽപ്പിച്ചു കൊടുക്കണമെന്നാ പറഞ്ഞത്. സ്തോത്രം. ബിക്കോസ് അവൻ ജഡത്തിൽ ദണ്ഡിക്കപ്പെടുമ്പോൾ അവന് മനസ്സിലാവും അവൻ ചെയ്ത തെറ്റിന്റെ വലുപ്പം എന്നതാണെന്ന്. സോ അതനുസരിച്ച് അവൻ മാനസാന്തരപ്പെടുമെന്ന് പൗലോസ് ആഗ്രഹിച്ചു. സോ അവർ എന്നാ ചെയ്തു? കൊരിന്ത്യ സഭ ആ വ്യക്തി എടുത്തങ്ങ് സാത്താന് കൊടുത്തു. സ്തോത്രം. ദണ്ഡനം ഏൽക്കാൻ തുടങ്ങി. സ്തോത്രം. സോ പൗലോസ് ഇവിടെ പറയാണ്, വായിച്ചേട്ടാ ഒന്നുകൂടെ വാക്യം വെച്ചാ. ഒരുവൻ എന്നെ ദുഃഖിപ്പിച്ചുവെങ്കിൽ അവൻ എന്നെ അല്ല ഒരു വിധത്തിൽ ഞാൻ കണക്കിലേറെ പറയരുതല്ലോ. നിങ്ങളെ എല്ലാവരെയും ദുഃഖിപ്പിച്ചിരിക്കുന്നു. അവന് ഭൂരിപക്ഷത്താൽ ഉണ്ടായ ശിക്ഷ മതി. അവന് ഭൂരിപക്ഷത്താൽ ഉണ്ടായ ശിക്ഷ മതി. എന്നാ ശിക്ഷ? അവനെ സാത്താനെ ഏൽപ്പിച്ചു എന്ന്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ അതിദുഃഖത്തിൽ മുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും തന്നെ എന്ന് വെച്ചാൽ ഈ പുറത്താക്കിയവനെ സാത്താൻ മുതലെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ തിരിച്ച് നിങ്ങൾ ക്ഷമിച്ച് ദൈവസഭയിലേക്ക് കൊണ്ടുവരണമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ആദ്യം എഴുതി നിങ്ങൾ അവനെ പുറത്താക്കണം. നിങ്ങൾ പുറത്താക്കിയിൽ നിങ്ങൾ അവനെ പൊറപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് വളരെ വളരെ തെറ്റാണ്. ഹല്ലേലൂയ. ഇപ്പം എഴുതുകയാണ്, നിങ്ങൾക്ക് വേദനയുണ്ടായി, നിങ്ങൾ എന്നാൽ അതിന്റെ മേൽ ഒരു തീരുമാനമെടുത്ത് ദൈവസഭയ്ക്ക് അനുകൂലമായി അവനെ പുറത്താക്കി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആ തീരുമാനമെടുത്ത് ശരി തന്നെ. ഹല്ലേലൂയ. അവർക്ക് വേദനയുണ്ടായി, അവനും വേദനയുണ്ടായി, ഞങ്ങൾക്ക് എല്ലാവർക്കും വേദനയുണ്ടായി. പക്ഷേ ഇപ്പം നമ്മുടെ സമയം അവനോട് ക്ഷമിക്കാനായിട്ട് അവനെ തിരിച്ച് കൊണ്ടുവരണമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. വായിച്ചാട്ട് വാക്കി. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹം അവനെ ഉറപ്പിച്ചു കൊടുക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങൾ സകലത്തിലും അനുസരണമുള്ളവരോ എന്നാ പരീക്ഷിച്ചറിയേണ്ടതിനുമായിരുന്നു ഞാൻ എഴുതിയത്. ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. നിങ്ങൾ സകലത്തിലും അനുസരണമുള്ളവരെന്ന് പരീക്ഷിക്കാനായിട്ടാ ഹല്ലേലൂയ ഇങ്ങനെ എഴുതിയത്. സ്തോത്രം. ശ്രദ്ധിച്ചു നോക്കി ദൈവമക്കളെ. ഹല്ലേലൂയ. സോ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്ന ഓരോ രീതി ഒന്ന് ആലോചിച്ച് നോക്കി. സ്തോത്രം. നമ്മൾ ചില പ്രശ്നങ്ങളോടെ കടന്നു പോകും. നമ്മൾ വിചാരിക്കും എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു. പക്ഷെ ദാറ്റ് ഇസ് ഇൻ ഡിസ്ഗൈസ് എ ടെസ്റ്റ്. ഹല്ലേലൂയ. ആമേൻ. അതിന്റെ മറവില് ഒരു 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 ടെസ്റ്റ്. അതിന്റെ മലയാളം എനിക്കറിയില്ല. ഒരു ശോധനയാ. ശോധന എന്ന് പറയാൻ പറ്റില്ല. സ്തോത്രം. ഒരു ടെസ്റ്റ് ആണ്. ഹല്ലേലൂയ. വായിച്ചാണ് ബാക്കി. നിങ്ങൾ വല്ലതും ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു. എന്നാൽ ഞാൻ വല്ലതും ക്ഷമിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിമിത്തം ക്രിസ്തുവിന്റെ സന്നിധാനത്തിൽ ക്ഷമിച്ചിരിക്കുന്നു. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. സാത്താൻ നമ്മളെ അവന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ലോ. സ്തോത്രം. സോ ചുരുക്കം പറഞ്ഞാൽ പൗലോസ് പറയാണ്, ഇവനോട് നിങ്ങൾ ക്ഷമിച്ചില്ല എങ്കിൽ സാത്താൻ നിങ്ങളെ ഇനി മുതലെടുക്കാൻ തുടങ്ങും. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ എന്നാ ചെയ്യണം? അവനോട് ക്ഷമിച്ചിട്ട് അവരെ ദൈവസഭയിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ കൂട്ടം ചേർക്കണം. സ്തോത്രം. സോ ഇത് അവർക്ക് ഭയങ്കര വേദന ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. പക്ഷെ പൗലോസ് എന്നാ ചെയ്തു? സത്യം പറയാതിരിക്കാൻ പറ്റില്ല. സ്തോത്രം. സോ പൗലോസ് പറയേണ്ടത് പറഞ്ഞു, സ്നേഹത്താൽ. ഹല്ലേലൂയ. സോ അവരോടുള്ള സ്നേഹം മൂത്താണ് പൗലോസ് ഇത് അവരെ കറക്റ്റ് ചെയ്യിപ്പിച്ചത്. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവം നമ്മളോട് അങ്ങനെ ഇടപെടുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഒരുവൻ അവന്റെ മകനെ ശിക്ഷിക്കാതിരിക്കുമോ, ബാലശിക്ഷ കൊടുക്കാതിരിക്കുമോ, ആ ഭാഗം. സ്തോത്രം. ഹല്ലേലൂയ. സോ ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മളെ ശിക്ഷണത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ടാണ്. സ്നേഹത്തിലാണ് നമ്മളെ ശിക്ഷിക്കുന്നത്. ശിക്ഷിക്കുക അല്ലാതെ ഡിസിപ്ലിൻ ചെയ്യുക. സ്തോത്രം. ഹല്ലേലൂയ. ശിക്ഷ എന്ന വാക്ക് കേൾക്കുമ്പോഴത്തേന് മനുഷ്യന് ഒരു വല്ലാത്ത രീതിയിൽ ഒരു ചിന്തയാ പോകുന്നത്. സ്തോത്രം. അതല്ല അവിടെ വാക്ക്. സ്തോത്രം. ശിക്ഷണമ. സ്തോത്രം. ഹല്ലേലൂയ. തിരിച്ച് നമുക്ക് എഫേസ്യർക്കെതിലേക്ക് കടന്നു പോവാം. സ്തോത്രം. 15-ാം വാക്യം. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. സകലത്തിലും
വളരുവാൻ ഇടയാകും. അടുത്ത വാക്യം. ശരീരം മുഴുവനും യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കുവാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. അവനിൽ നിന്ന് തീരുകയാണോ? ഓക്കെ, ഞാൻ ഇംഗ്ലീഷ് വായിക്കാം. ഫ്രം ദ ഹോൾ ബോഡി joined and knit together by what every joint supplies. സ്തോത്രം. Hallelujah. By what every joint supplies. Hallelujah. So എന്റെ ഈ കൈ എന്റെ ഈ ശരീരത്തോട് ചേർന്നിരിക്കുക. സോ ഈ കൈ ഈ ശരീരത്തിലൂടെ വ്യാപരിക്കുന്നു. ഈ ശരീരത്തിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്നത് ഒരു ജോയിന്റിലൂടെയാണ്. സ്തോത്രം. സോ ഈ ജോയിന്റ് ഇത് രണ്ടും കൂട്ടിപ്പിടിച്ചിരുത്തുമ്പോൾ ആണ് ഇത് നോർമൽ ഫംഗ്ഷൻ ചെയ്യുന്നത്. സോ ദൈവവചനം നമ്മളോട് പറയാണ്, നിങ്ങൾ ഓരോരുത്തരും ഓരോ എല്ലുകൾ. സോ അത് രണ്ട് ജോയിൻ ചെയ്തിരിക്കുന്ന ഒരു ജോയിന്റ് ഉണ്ട്. ആ ജോയിന്റ് ആണ് സ്നേഹം. സ്തോത്രം. ഹല്ലേലൂയ. സോ സ്നേഹത്തിന്റെ ഐക്യത നമ്മളിൽ ഉണ്ടാവണം. സോ ഞാൻ ഇങ്ങോട്ട് നീങ്ങണമെങ്കിൽ എന്റെ കാലൊന്ന് നീങ്ങുന്നു, എന്റെ കൈ പുറകോട്ട് പോകുന്നു, ആമേൻ, എന്റെ ശരീരം മുമ്പോട്ട് ആയിരുന്നു. സോ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഒരു പ്രയാസം കൂടാതെ ഞാൻ നീങ്ങുന്നത്. സ്തോത്രം. അതുപോലെ ക്രിസ്തുവിന്റെ ശരീരം സ്നേഹത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവരുടെ ബന്ധസ്നേഹമായിരിക്കും, ഐക്യതയോടെ മുന്നോട്ട് പോകണമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ സർക്കുലേഷൻ, നമ്മുടെ ശരീരത്തിനകത്ത് സർക്കുലേഷൻ എന്നതാ? ബ്ലഡ്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ശരീരത്തിനകത്ത് സർക്കുലേഷൻ എന്ന് അറിയുമോ? സ്നേഹം. സ്തോത്രം. ഹല്ലേലൂയ. സോ ആ സ്നേഹം കൊണ്ട് നമുക്ക് ജീവൻ പകർന്നിരിക്കുക. നമ്മൾ അതിനെ വില കഴിപ്പിക്കണമെന്ന്. ഈ രക്തം ഈ ശരീരത്തിൽ നിന്ന് എടുത്തു മാറിയാൽ ഞാൻ മരിച്ചു പോയെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. സോ നമ്മളെ തന്നെ എപ്പോഴും ശോധന ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഈ സ്നേഹത്തിലാണ് നിൽക്കുന്നത്, എന്നാലേ നമ്മളോട് ജീവൻ പകരപ്പെടുകയുള്ളൂ ദൈവസഭയിലേക്ക്. സ്തോത്രം. Hallelujah. So അവിടെ പറയാണ്, from whom the whole body joined and knit together by what every joint supplies, according to the effective working by which every part does its share. Hallelujah. So ഈ കൈയുടെ കൈയെ ഏൽപ്പിച്ചിരിക്കുന്നത് ചെയ്താലേ ഈ ശരീരത്തിൽ ഈ കൈ കൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ എന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ. ആ ശുശ്രൂഷ ഈ ശരീരത്തിന് കൊടുത്താലേ ഈ ശരീരം വളരുവോളെന്ന്, ഈ ശരീരം വേണ്ട രീതിയിൽ പ്രവർത്തിക്കുമ്പോളെന്ന്. സ്തോത്രം. ഈ ശരീരമായ ക്രിസ്തുവിന്റെ സഭ. ഹല്ലേലൂയ. സ്തോത്രം. എന്നിട്ട് പറയുന്നു, എന്തിനാണെന്നറിയാമോ? Every part does its share, causes the growth of the body for the edifying of itself in love. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ വളർച്ചയ്ക്കായിട്ട് ഉപയോഗപ്പെടും. സോ നമ്മൾ ഓരോരുത്തരും അവരവരുടെ പാർട്ട് ഈ ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് കൊണ്ടുവന്നു. ഇന്നിപ്പം ഓരോരുത്തരും കൊണ്ടുവന്നത് കണക്റ്റഡ് ആയിരുന്നു അല്ലേ? ഹല്ലേലൂയ. സോ അങ്ങനെ കണക്ഷൻ വന്ന് നിൽക്കുമ്പോൾ ക്രിസ്തുവിന്റെ ശരീരം വളരുകയാണെന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയാം. സ്തോത്രം. അതിനാണ് ശുശ്രൂഷകന്മാരെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. സോ ഈ സ്നേഹത്തിൽ നമ്മൾ നിലനിന്നുകൊണ്ട് ഈ ഐക്യത നമ്മളിൽ നിന്ന് കൊണ്ടുപോകാൻ സാത്താന തന്ത്രങ്ങൾക്ക് നമ്മൾ വഴങ്ങിക്കൊടുക്കരുതെന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയാം. സ്തോത്രം. ഹല്ലേലൂയ. സാത്താന തന്ത്രങ്ങൾ എന്നതാ? അവയെ ഉപായത്താലാണ്. ഹല്ലേലൂയ. അവക്കുള്ള കാര്യമില്ല എന്ന് പറഞ്ഞാണ് അവളെ തെറ്റിപ്പിച്ചത്. അവക്ക് ഉള്ള കാര്യമില്ല എന്ന് പറഞ്ഞാണ് അവളെ തെറ്റിപ്പിച്ചത്. അത് തന്നെ സാത്താന്റെ തന്ത്രം ഇവിടെ. ക്രിസ്തുവിൽ നിന്നെ ആക്കി വെച്ചിരിക്കുന്നു, ക്രിസ്തുവിൽ നിനക്ക് എല്ലാ സമ്പത്തും ഉണ്ടെന്ന് നമ്മളെ വചനം പഠിപ്പിക്കുകയും ആ ശുശ്രൂഷകന്മാരുടെ ജോലി അതാണ് വെളിപ്പെടുത്തേണ്ടത്. എന്നാൽ അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് ക്രിസ്തുവിൽ നമ്മൾ പ്രയത്നിച്ച് നമ്മൾ പരിശ്രമിച്ച് വേണം അതിലേക്ക് നേടാൻ എന്ന് പറയുന്നത് ദൈവവചനം പറയുന്നു ദുരുപദേശമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ പറയുന്നതും നമ്മൾ കേൾക്കുന്നതും നമ്മൾ വിവേചിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ദൈവം നമ്മളോട് സംസാരിക്കുക ഉടനീളം. ഇന്ന് ആദ്യം മുതൽ ഇന്ന് ദൈവത്തിന്റെ സാന്നിധ്യം വളരെ ഞാൻ അനുഭവപ്പെട്ടു. അതുകൊണ്ടോ നിങ്ങൾ അനുഭവപ്പെട്ടോ ഇല്ലയോ? സ്തോത്രം. ഹല്ലേലൂയ. I want this every day. എല്ലാ ഞായറാഴ്ചയും അല്ല, എനിക്ക് എല്ലാ ദിവസവും ഇത് വേണം. അന്നേരം നമ്മൾ തീയുടെ അഭിഷേകത്തിൽ നിൽക്കുക. ഹല്ലേലൂയ. വേണ്ടാത്തതൊക്കെ നമ്മളിൽ നിന്ന് തന്നെത്താൻ കത്തിയെരിഞ്ഞു പോകുന്നു. സ്തോത്രം. ഹല്ലേലൂയ.
നമ്മൾ ക്രിസ്തുവിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിലനിന്നുകൊണ്ട് ആ സ്നേഹത്തിൽ വളർന്നുകൊണ്ട്, സ്തോത്രം, നമ്മളിൽ നിന്ന് ഒഴുകുന്നത് മറ്റുള്ളവരിലേക്ക് പകർന്നുകൊണ്ട്, ഹല്ലേലൂയ, ക്രിസ്തീയ സഭയെ വളർത്തണം. സ്തോത്രം. ക്രിസ്തീയ സഭ മന്ദിച്ച് നിൽക്കുന്നതിന്റെ ഒരു കാരണം അതാണ്. They are not fulfilling their share. ഹല്ലേലൂയ. അവർക്ക് കൊടുത്തിരിക്കുന്ന കൃപകൾ അവർ ഷെയർ ചെയ്യുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഞാൻ അന്യഭാഷ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ദൈവത്തിന്റെ ആത്മാവ് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഒരു ചില കാര്യങ്ങൾ പറഞ്ഞു. അത് ഞാൻ അങ്ങ് വിളിച്ചു പറഞ്ഞു. സ്തോത്രം. അത് ചിലരുടെ ഹൃദയങ്ങളിൽ ഇടപെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. അത് ഞാനായിട്ട് പറഞ്ഞതല്ല, ഞാൻ അന്യഭാഷയിൽ വിവേചിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടങ്സ്. ഞാൻ ഒരു ഗിഫ്റ്റ് ഉപയോഗിച്ചു. ഹല്ലേലൂയ. ഞാൻ ആ ഗിഫ്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴാണ് എന്റെ അടുത്ത ഗിഫ്റ്റ്, അന്നേരമാണ് പരിശുദ്ധാത്മ പറയുന്നത്, you are faithful in using the gift. ഹല്ലേലൂയ. നിനക്ക് തന്ന താലന്ത് നീ ഉപയോഗിക്കുന്നതോടുണ്ട് അടുത്ത താലന്തിന് നീ പ്രാപ്തനാകാൻ യോഗ്യൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മളെ ഏറ്റവും ചെറിയൊരു കാര്യമാണ് ഇന്ന് പരിശുദ്ധ, എനിക്ക് തോന്നുന്നു എല്ലാ ഞായറാഴ്ചയും ഞാനിത് പറയാറുണ്ട്, അന്യഭാഷ സംസാരിക്കണം. ഇന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിലും ദൈവദാസനോട് പരിശുദ്ധാത്മ നമ്മളോട് ദൂത് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. The importance of speaking in tongues. സ്തോത്രം. എന്തുകൊണ്ടാണ് സാത്താൻ ഇത്രയധികം ഈ ഒരു ഗിഫ്റ്റിനോട് എതിർത്ത് നിൽക്കുന്നത്? അതിന്റെ അർത്ഥം അതിന് എന്തോ ഒരു പ്രത്യേകതകളുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അന്യഭാഷയ്ക്കെതിരെ ഭയങ്കര എതിർപ്പാണ്. സ്തോത്രം. ഇപ്പം ജോസാൻ പറഞ്ഞതുപോലെ ഈ രാജ്യത്ത് വളരെ ചുരുക്കം അത് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഒരാൾ രക്ഷിക്കപ്പെട്ട ഉടനെ അവന് അഭിഷേകം വേണമെന്നുള്ളത് നിർബന്ധമാണ്. ഹല്ലേലൂയ. അവനൊരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്, ശരിയാ. പക്ഷെ ആ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ അവൻ അത്യന്ത ശക്തി വേണം. ഹല്ലേലൂയ. ആ ശക്തി പ്രാപിക്കുന്നത് നിന്റെ നാവിലൂടെയാണ്, തീയിലൂടെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ.